Hello everyone. Hello. Welcome to Travel Tips. It is our last day in Lakshadweep. എങ്ങനെയായിരുന്നു പൊതുവെ ലക്ഷദ്വീപിന്റെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? നല്ല ചൂടാണ്. പക്ഷെ നല്ല അടിപൊളി, നല്ല ഭംഗിയാണ്. ഫുൾ ടൈം ബീച്ചിലാണ്. ഫുൾ ടൈം ബീച്ചാണ്, അടിപൊളി ലൊക്കേഷൻ ആണ്. ഇറങ്ങിയ സമയമില്ലാതെ അതെ, എവിടെ പോയാലും ബീച്ച്. അപ്പൊ ഇന്ന് നമുക്ക് ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് 12:50 നമുക്ക് തിരിച്ച് ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ബീച്ചൊക്കെ കാണാൻ വേണ്ടി വന്നൊക്കെയാണ്. ബാക്കി ഫ്ലൈറ്റിന്റെ കാഴ്ചകളും കോഴിക്കോട് വീട്ടിലെ കാഴ്ചകളും കാണാം. നല്ല വെയിലാ, നല്ല സമയം എട്ടരായിട്ടുള്ളൂ, പക്ഷെ ഭയങ്കര വെയില്. നമ്മളെ കുറച്ച് പേരൊക്കെ ചോദിച്ചായിരുന്നു എങ്ങനെയാണ് ഇതിൻ്റെ ലക്ഷദ്വീപ് പാക്കേജ്, എങ്ങനെയാണ് പെർമിറ്റ് എടുക്കണോ, പാസ്പോർട്ട് വേണോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. കുറച്ച് പേര് ചോദിച്ചായിരുന്നു പാസ്പോർട്ട് വേണമെന്നൊക്കെ. അപ്പോൾ പാസ്പോർട്ടിൻ്റെ ആവശ്യമില്ല. ലക്ഷദ്വീപ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ, ഇന്ത്യയിലുള്ള യൂണിയൻ ടെറിട്ടറിയാണ്. ഇവിടെ നമ്മുടെ അവിടെ പോലെ രാഷ്ട്രപതി ഭരണമല്ല, ഇവിടെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ്റെ ഗവർണർ ഭരണമാണുള്ളത്. അപ്പോൾ ലക്ഷദ്വീപിക്ക് വരണമെങ്കിൽ ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് 4 nights 5 days പാക്കേജാണ്. ട്രിപ്പ് ആൻഡ് ഹോൾഡിൻ്റെ പാക്കേജ് വഴിയാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. സാധാരണ ഒരു പാക്കേജിൽ 3 nights 4 days ആണുള്ളത്. പക്ഷേ നമ്മളൊരു ദിവസം കൂടി നമ്മുടെ ടിക്കറ്റിൻ്റെ ഫെയർ അനുസരിച്ച് നമ്മളൊരു ദിവസം കൂടി എക്സ്ട്രാ ആണ് എടുത്തിട്ടുള്ളത്. സോ എന്താ വെച്ചാൽ നമുക്ക് ഫ്ലൈറ്റ് നമുക്ക് ആക്ച്വലി കുറച്ച് കമ്പാരിറ്റീവ്ലി നമുക്ക് ചീപ്പർ റേറ്റിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സാധാരണ ഫ്ലൈറ്റിൻ്റെ എക്സ്പെൻസ് ആണ് ഏറ്റവും കൂടുതൽ വരാറ്. വൺ സൈഡ് കൊച്ചിയിൽ നിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 15,000 16,000 ഒക്കെ എടുക്കും. നമുക്ക് ഞങ്ങൾ കാലിക്കറ്റിൽ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു കൊച്ചി ടു. അതുകൊണ്ട് നമുക്കൊരു 10,000 ഉള്ളിലാണ്. നമ്മൾ പിന്നെ 2 മാസം മുന്നേ ബുക്ക് ചെയ്തായിരുന്നു. അവിടെ 10,000 ഉള്ളിലാണ് നമുക്ക് റേറ്റ് വന്നിട്ടുള്ളത്. പിന്നെ പാക്കേജ് എന്ന് പറയുന്നത് പെർ ഹെഡാണ് ഇവിടെ പാക്കേജ് വരുന്നത്. പല പാക്കേജുകളുണ്ട്. ഞങ്ങളുടെ വന്നിട്ടുള്ളത് 15,000 ആണ്. പിന്നെ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന വീട്, ഇപ്പം നമ്മുടെ വീട് എന്ന് പറയുന്നത് ബീച്ചിൻ്റെ അത്ര അടുത്തല്ല, കുറച്ച് ദൂരെയാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി കുറഞ്ഞ പാക്കേജാണ് നമ്മൾ എടുത്തുള്ളത്. ഇനി ബീച്ചിൻ്റെ സൈഡായിട്ടുള്ള വില്ലാസ് വേണമെന്നുണ്ടെങ്കിൽ കൂടിയ പാക്കേജുകൾ അവൈലബിൾ ആണ്. നമ്മുടെ പാക്കേജിന് നമുക്ക് പെർ ഹെഡ് 15,000 ആണ് വന്നിട്ടുള്ളത്, ഇൻക്ലൂഡിങ് ഫുഡ്. 3 നേരത്തെ ഫുഡും നമ്മളിപ്പോൾ ഈ കണ്ടിട്ടുള്ള ആക്ടിവിറ്റീസും എല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് 15,000 വന്നിട്ടുള്ളത്. പിന്നെ വേറൊരു ഓപ്ഷൻ കൂടി നമുക്ക് ഇവിടെ വരാനുള്ളത്, പാക്കേജ് എടുക്കാണ്ട് വരാം. അതെന്ന് പറയണത് ഇവിടുത്തെ ഒരാൾ നമ്മളെ സ്പോൺസർ ചെയ്യണം, അല്ലാണ്ട് നമുക്ക് ഇവിടെ വരാൻ പറ്റില്ല. അപ്പോൾ സ്പോൺസർഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പരിചയമുള്ള ഒരാൾ വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ വരാൻ പറ്റും. പക്ഷേ എന്താ വെച്ചാൽ നമ്മുടെ ഒരു അഭിപ്രായത്തിൽ ശരിക്കും പറഞ്ഞാൽ പാക്കേജ് എടുത്ത് വരുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ആക്ടിവിറ്റിക്കും പിന്നെ നമ്മൾ എക്സ്ട്രാ നടക്കേണ്ടി വരും, ഒരുപാട് നടക്കേണ്ടി. നമുക്ക് ചെറിയ സമയമല്ലേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഓരോ ആക്ടിവിറ്റി എപ്പോഴാണ് അത് കോർഡിനേറ്റ് ചെയ്ത് നടക്കാൻ കുറച്ച് സമയം എടുക്കും. സോ ബെറ്റർ പാക്കേജ് ആണെങ്കിൽ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പാക്കേജാണ്. ഞാൻ പറയുകയാണെങ്കിൽ ആക്ച്വലി നമുക്ക് വേർത്താണ് അല്ലേ, നല്ല വേർത്ത് ആയിട്ടുള്ളൊരു പാക്കേജാണ്. കാരണം 15,000 രൂപയ്ക്ക് എല്ലാ ആക്ടിവിറ്റീസും ഇൻക്ലൂഡഡ് ആണ്, പ്ലസ് സ്റ്റേ പ്ലസ് ഫുഡ്. നമ്മളിപ്പോൾ ആക്ച്വലി സീസണിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് വന്നത്, അതുകൊണ്ട് ഇവിടെ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊന്നും അത്ര ഓപ്പൺ അല്ല. പക്ഷെ നമ്മൾ ഇന്നലെ കണ്ടിരുന്നതല്ല, അപ്പോൾ അവിടെയൊക്കെ റെസ്റ്റോറൻറ്റുകളൊക്കെ പുതിയതായിട്ട് ഓപ്പണായി വരുന്നുണ്ട്. സോ ബെസ്റ്റ് ടൈം ടു വിസിറ്റ് എന്ന് പറയുന്നത് October to May ആണ് ലക്ഷദ്വീപ് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈം. എന്ന് വെച്ചാൽ മഴയുള്ള സമയത്താണെങ്കിൽ ഈ സ്കൂബ ഇതൊന്നും അത്ര ക്ലിയർ ആവില്ല. അതെ, പിന്നെ കടലും കുറച്ച് റഫായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നലെ പോയ തിന്നക്കര ഐലൻഡ് അവിടേക്കൊന്നും നമുക്ക് ബോട്ടിൽ പോകാൻ സാധിക്കില്ല, കാരണം കടൽ അത്രയും റഫായതുകൊണ്ട്. ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ലൈഫ് ടൈമിൽ ശരിക്കും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ് അല്ലേ. അതായത് കടലിലൊക്കെ പോയിട്ടുണ്ട്. ശരിയാ, വലിയ കടലാമ്മ. ഗോവയിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ മുന്നേ സ്നോർക്കലിങ്ങും സ്കൂബയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇവിടത്തെ അത് വേറൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കാരണം ഐലൻഡ് പോയിട്ട് കൂടെ സ്കൂബ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിനകത്ത് മീനൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. അടിപൊളി മീനുകളൊക്കെ, അടിപൊളി എക്സ്പീരിയൻസ് വേറെ ലെവലാണ്. അപ്പോൾ
പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് എക്സ്പെൻസീവ് ഒന്നും അല്ല ശരിക്കും പറഞ്ഞാൽ. നമുക്കൊരു പെർ ഹെഡ് ട്രാവൽ എക്സ്പെൻസും എല്ലാം കൂടെ ഒരു 25,000 ഒക്കെ ആവുന്നുള്ളൂ. ടിക്കറ്റ് ഫെയർ നമ്മൾ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞുള്ളൂ. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് ഇവിടെ ബോട്ടിലല്ല ഷിപ്പിൽ വരാൻ പറ്റും കേട്ടോ. 2-3 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഇവിടെ കൊച്ചി ടു അഗത്തി കണക്ട് ചെയ്യുന്ന ഷിപ്പ്. അഗത്തി മാത്രമല്ല, ഇവിടുത്തെ ഒരുവിധം എല്ലാ ഐലൻഡ്സും കണക്ട് ചെയ്യുന്ന ഷിപ്പാണ്. അവിടെ വരാൻ പറ്റും. പക്ഷെ അതിനൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു സ്കെഡ്യൂൾ ഇല്ല എന്നാണ് ഇവർ പറഞ്ഞത്. കാരണം ഇറ്റ് ഡിപ്പെൻഡ്സ് സീയുടെ കടലിൻ്റെ ആ ഒരു ഇതൊക്കെ അനുസരിച്ചിട്ടാണ് അതിൻ്റെ സ്കെഡ്യൂൾ വരുന്നത്. അത് വരികയാണെങ്കിൽ നമ്മൾ ഇന്നലെ കുറച്ച് ആൾക്കാർ കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ 21 മണിക്കൂറോളമാണ് അതിൽ ടൈം വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. സോ എന്താണ് നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ടു വിസിറ്റ്. യു മസ്റ്റ് വിസിറ്റ് ബിഫോർ യുവർ 40s. അത് ശരിയാണ്. കാരണം വെച്ചാലേ നമ്മൾ സീയിൽ പോകുമ്പോ സീ അത്യാവശ്യം റഫാ. നമുക്ക് ആ ഒരു സീ സിക്നെസ് ഒക്കെ സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു സാധനമാണ്. ഈ വീട് കണ്ടാ, ഇത് ഒരു സ്റ്റേ ആണ്. ഹോം സ്റ്റേ പോലെ. ഹോം സ്റ്റേ അല്ല, സ്റ്റേ ആണ്, റൂമാണ്. ഈ സ്റ്റേ എന്ന് പറയുന്നത് നേരെ ഇവിടെ ബീച്ചാണ്. കണ്ട, ഈ സ്റ്റേക്ക് കുറച്ചും കൂടി റേറ്റ് കൂടുതലായിരിക്കും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ കുറച്ച് ഉള്ളിലേക്കാണ്, അതുകൊണ്ട് കുറച്ച് റേറ്റ് കുറവാണ്. യെസ്. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്ന പുതിയ പുതിയ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതന്നെയാണ് ലൈഫിൽ വലിയ കാര്യങ്ങൾ. നമ്മളെപ്പോഴും യാത്ര ചെയ്യാനോട് ഒരു ആഗ്രഹമുണ്ട്. പിന്നെ ആൾക്കാർ എല്ലാരും ഞാൻ പറയുന്നത് ഈ നാട്ടിൽ ഇൻട്രോവേർട്സ് ഒന്നും ഇല്ലാതെ ചെറിയ പിള്ളേര് തൊട്ട് എല്ലാവരും ഇല്ലേ, നമ്മൾ ആദ്യം റോഡിൽ കൂടെ പോകുന്ന ഹായ് നമ്മളെ എവിടേക്ക് അറിയുന്ന ആൾക്കാരെ പോലെ എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ എല്ലാവരും എല്ലാവരും നമ്മളോട് കണ്ടിട്ട് ചിരിക്കുന്നുണ്ട്, ഹായ് പറയുന്നുണ്ട്, ചായ കുടിക്കാൻ വിളിക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ ലഗൂൺ ബീച്ച് പോകുന്ന സമയത്ത് 2 താത്തമാരെ കണ്ടായിരുന്നില്ല. അവര് ആക്ച്വലി ഞങ്ങൾക്ക് വഴി കാണിക്കാൻ വേണ്ടി കൂടെ വന്നതാണ്. അവര് വേറെ റിസോർട്ടിന്റെ ആൾക്കാരാണ്. അപ്പൊ അവരിങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് വഴി കാണിച്ചു തന്നു. ലാസ്റ്റ് വഴി കാണിച്ചു തന്നു പോകാൻ നേരത്തെ അവര് പറഞ്ഞു അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് ചായ കുടിച്ചിട്ട് പോകാനൊക്കെ. അത്രയും ഫ്രണ്ട്ലിയാണ് ആൾക്കാര്, അത്രയും എന്താ പറയുക ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ പറ്റിക്കണ പരിപാടി സാധാരണ എല്ലാ ടൂറിസ്റ്റ് അട്രാക്ഷനിലും പോയി കഴിഞ്ഞാൽ കുറച്ച് ടൂറിസ്റ്റുകൾക്ക് കുറച്ച് കയറ്റിയായിട്ടുന്ന പരിപാടി ഉണ്ടല്ലോ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. എവിടെ പോകുമ്പോൾ റൂം ലോക്ക് ചെയ്യാറ് പോലും ഇല്ല കേട്ടോ. ശരിയാ, ഇവിടെ നമുക്ക് റൂം ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മൾ ഏത് റൂം പോയാലും ആദ്യം നമ്മുടെ ബാഗ് വെച്ച് ചെക്കിങ് ചെയ്ത് ലോക്ക് ചെയ്തിട്ടാണ് പോകാറ്. അവരെന്നെ പറയും ലോക്ക് ചെയ്ത് പോയിക്കൊള്ളാൻ. പക്ഷെ ഇവിടെ ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ദാറ്റ് ഈസ് ലക്ഷദ്വീപ്. എനിക്ക് കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസോ അറിയണമെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ്, വിൽ ക്ലിയർ ദ ഡൗട്ട്സ്. അപ്പോൾ നമ്മളിനി ചായ കുടിക്കാൻ പോകുന്നു. ഇവിടെ നിന്ന് നേരെ എയർപോർട്ടിൽ പോകുന്നു, തിരിച്ച് കൊച്ചി പോകുന്നു, അവിടെ നിന്ന് കാലിക്കറ്റ് പോകുന്നു. ഇതാണ് ഇവിടുത്തെ ദീപുണ്ട. അരിപ്പൊടി കുറച്ചിടും. പിന്നെ നമ്മൾ മീര ഉണ്ടല്ലേ, മീരന്ന് ഉണ്ടാക്കുന്ന ശർക്കര, പിന്നെ തേങ്ങാപ്പീര. ഇത് ഇവിടുത്തെ പനശർക്കര. കഴിച്ചു നോക്ക്. അപ്പൊ നമ്മള് രാവിലത്തെ കറക്കൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വീട്ടിലെത്തി. സമയം 9:30. അപ്പൊ ഇനി 10 മണിക്കാകുമ്പോ നമ്മുടെ വണ്ടി വരും. 10 മണി 12:50 ഫ്ലൈറ്റ് എങ്കിൽ കൂടി 10 മണിയാകുമ്പോഴേക്കും വണ്ടി വരുന്ന പറഞ്ഞേ. അപ്പോൾ റെഡി ആവുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, പോകുന്നു. ഇപ്പോൾ നമ്മളെ ഫ്ലൈറ്റ് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. യെസ്, വിശാം ചേട്ടൻ. ബൈ ബൈ ടു ലക്ഷദ്വീപ് ഹോം. നല്ല വീടായിരുന്നു കേട്ടോ. നല്ല വൃത്തിയൊക്കെയുള്ള അടിപൊളി റൂം. കൊണ്ടുപോവാ, വൃത്തിയൊക്കെയുള്ള അടിപൊളി റൂമായിരുന്നു. അപ്പൊ നമുക്കിനി എയർപോർട്ടിലേക്ക് പോവാം.
നമ്മളങ്ങനെ എയർപോർട്ടെത്തി, ദ്വീപിന്റെ ഒരു എൻഡിലെത്തി. അഗത്തി എയർപോർട്ട്. യെസ്, അപ്പോൾ നമ്മുടെ 4 ദിവസത്തെ സാരഥിയായിരുന്നു നമ്മുടെ ബ്രോ. താങ്ക് യു സോ മച്ച്. ബൈ. ഇതൊന്നും കൊണ്ടുപോകാനാവില്ല കേട്ടോ. ഈ സാധനങ്ങളെല്ലാം നമ്മളിവിടെ കണ്ടിട്ട് അങ്ങനെ എടുത്തിട്ട് പോകാനും നടക്കില്ല. നമ്മുടെ ഫ്ലൈറ്റ് ഇവിടെ വന്നാണ് നമ്മൾ നേരത്തെ ചോപ്പർ എടുത്ത് പോകുന്നില്ല, അത് വന്നത് ഇവിടുത്തെ കളക്ടറായിരുന്നു. വെസൽ കാറ്റിന്റെ വെതർ വാണിംഗ് കാരണം നമുക്ക് എന്തായാലും ഫിഷിങ്ങിനൊന്നും പോകാൻ പറ്റില്ല. ഇപ്പോൾ വെതർ ഇഷ്യൂ ഉള്ളതുകൊണ്ട് വെസൽ വർക്ക് ചെയ്യുന്നില്ല, വെസൽ എടുക്കുന്നില്ല. എല്ലാവരും ചോപ്പർ സർവീസ് ഉണ്ട്. ഓ, ഇത് മറ്റേ ഫയർഫോഴ്സിന്റെ പുതിയ മറ്റേ വണ്ടികളല്ലേ? ഇതിന്റെ വീഡിയോ കണ്ടായിരുന്നേ. നല്ല വെയിലടാ. ഹായ്, നമ്മൾ മാത്രമല്ല ഫ്ലൈറ്റില്. പ്രൈവറ്റ് ഫ്ലൈറ്റ്. വളരെ ചെറിയ ഫ്ലൈറ്റാണ്. ഇവിടെയാണ് ഇതിൻ്റെ എമർജൻസി എക്സിറ്റ്. എൻ്റെ സീറ്റ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദൂരെയാണ്, പക്ഷെ ഇവിടെ എമർജൻസി എക്സിറ്റിൻ്റെ അടുത്ത് ആരും ഇല്ലാത്തതുകൊണ്ട് എന്നോട് ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു. ചാലക്കുടി പുഴയാണ് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ കൊച്ചി ലാൻഡ് ചെയ്തു. അപ്പോൾ എയർ ഇന്ത്യയുടെ എക്സ്പ്രസ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ നടക്കുന്നുണ്ട്, ഇൻഡിഗോ നടക്കുന്നുണ്ട്. ലാൻഡ് ചെയ്തു കേട്ടില്ലട്ടാ. ഫ്ലൈറ്റിന് പെട്രോൾ അടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഫ്ലൈറ്റിലെ പെട്രോൾ അടിക്കുക. പഠിക്കുക ആ ട്രക്കിലാണ് ഏവിയേഷൻ ഫ്യൂലുള്ള. നമ്മള് കറക്റ്റ് 2:57 കാലിക്കറ്റ് ലാൻഡ് ചെയ്തേ. നല്ല വിശക്കുണ്ട്, ഞാൻ പോകുന്നു ഫുഡ് കഴിക്കുന്നു. Wow man, it's too hard. Bye bye Indigo. ബാഗൊക്കെ കേട്ടി നമ്മൾ പുറത്തേക്ക് നടക്കുന്നു. കാലിക്കറ്റ് എയർപോർട്ട് വളരെ ചെറിയ എയർപോർട്ടാട്ടോ അല്ലേ? ചെറിയ എയർപോർട്ട് അല്ലേ? ഡൊമസ്റ്റിക് മാത്രമേ ഉള്ളൂ. ഇന്റർനാഷണൽ വേറെ ടെർമിനല്ല. ചൂടായിരിക്കും അല്ലേ? ശ്യാമിൽ നമുക്ക് നമ്മൾ സാരഥി നമ്മുടെ വണ്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കേറാം.
എന്താ നല്ല വിശപ്പുണ്ട്. ഏതാ എവിടേക്കാ ഫുഡ് കഴിക്കാൻ പോവാ? ഫുഡ് കഴിക്കാണെങ്കില് എത്തുന്നവരെ കാത്തിക്കുന്ന മഞ്ചിലടിക്കാം. മന്തി വേണമെന്നുണ്ടോ? ബിരിയാണി കോഴിക്കോട് സ്പെഷ്യൽ ബിരിയാണി, ബീഫ്, പൊറോട്ട. അങ്ങനത്തതാ. ബിരിയാണി, ബീഫും പൊറോട്ടയും കിട്ടുന്ന സ്ഥലം. റഹ്മത്ത് പോണ റഹ്മത്തിൽ ബിരിയാണി കൊള്ളൂല. കുറ്റിച്ചിറ ബിരിയാണി സെന്ററിൽ പോയാൽ നല്ല ബിരിയാണി കിട്ടും. പക്ഷെ അവിടെ പൊറോട്ടയും ഉണ്ടാവില്ല. അപ്പം ബിരിയാണി കഴിഞ്ഞറിയില്ല. നിങ്ങളെ സമയം നോക്കും, 3 നേരം നോക്കാം. നമ്മുടെ പുതിയ ഹൈവേ റോഡാണല്ലേ. സാരഥി ഷെമിലിനെ നമുക്ക് പരിചയപ്പെടുത്തിയില്ലല്ലോ. ഷാമിൽ ആരാണ് പരിചയപ്പെടുത്തുന്നത്? അപ്പി കോഴിക്കോട് പഠിക്കുന്നത് അല്ലേ? എന്തിനാ പഠിക്കുന്നത്? ഷാമിലാണ് നമ്മൾ പോകുമ്പോ നമ്മളെ പിക്കപ്പ് ഡ്രോപ്പ് ചെയ്തതും ഇപ്പൊ പിക്ക് ചെയ്യുന്നതും. അപ്പൊ പിന്നെ തിരക്കായതുകൊണ്ട് പരിചയപ്പെടുത്താൻ പറ്റിയില്ല. നമ്മൾ കോഴിക്കോട് നഗരത്തിന്റെ തിരക്കിലൂടെ ബീഫ് ബിരിയാണി അന്വേഷിച്ച് നടക്കുന്നു. യെസ്, അപ്പൊ നമ്മൾ ബൈ ബൈ. എന്താണ് പറയൂ? പിക്കപ്പ് ചെയ്തതിനും ഡ്രോപ്പ് ചെയ്തതിനും താമസിച്ചതിനും ഓക്കെ. ഇടയ്ക്ക് ബാംഗ്ലൂർക്ക് ഇറങ്ങ. ബൈ 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 കൊട്ടോ. ബൈ. അല്ല ഉണ്ടല്ല റോഡ് മുന്നാടല്ലോ. മുന്നേ കാലിക്കറ്റുന്ന് നാട്ടിലൊക്കെ എത്തണമെങ്കിൽ ഉണ്ടല്ലോ എന്തൊരു കഷ്ടമായിരുന്നു അറിയോ. റോഡൊക്കെ അടിപൊളിയുണ്ട്. ഏതുവരെ ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല. പോയേക്കാം. അപ്പൊ നമ്മളങ്ങനെ വീട്ടിക്ക് ഇറങ്ങി. സിനാനും സാബിയും അവിടെ നിന്ന് കണ്ണൂര് പോകും. അവർക്കൊരു ഓൾമോസ്റ്റ് 3 hours അല്ലേ പറഞ്ഞ്? അവര് 4. നമുക്കിപ്പോ ഓൾമോസ്റ്റ് ഒരു 3 മണിക്കൂറൊക്കെ കാണിക്കുന്നുണ്ട്. ഈ റോഡ് നല്ലതാണ് ഇതുവരെ. നോക്കാം എത്രത്തോളം എത്തുന്നുള്ളത് നോക്കാം. നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ളൊരു കാര്യമുണ്ട്. അത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണ്. ലക്ഷദ്വീപിക്ക് വരുന്നതിന് മുന്നേ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, അതായത് PCC സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ഓൺലൈൻ വഴി നമുക്ക് അപ്ലൈ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള അക്ഷയ സെന്റർ വഴി നമുക്ക് അപ്ലൈ ചെയ്യാം. 2 ആഴ്ചത്തോളം സമയമാണ് പ്രോസസ് ചെയ്യാനുള്ള എടുക്കുക. അതിന്റെ ലിങ്കും ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ ചെലവിൽ നിങ്ങൾ ലക്ഷദ്വീപ് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഡു കോൺടാക്ട് us. എന്റെ നമ്പറും ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാഴ്ചകളും വിശേഷങ്ങളും ഒരിക്കലും അവസാനിക്കുന്നില്ല. പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതായിരിക്കും ബൈ ബൈ.